കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. തന്റെ നെഞ്ചിലേക്ക് മുഖമുരസി പിന്നെയും പിന്നെയും കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ അത്ഭുതത്തോടെയാണ് ഏതൻ ചേർത്ത് പിടിച്ചത്. എന്റെ കുഞ്ഞിനത് എന്തു പറ്റി? എന്തോ കാര്യമായ കാര്യമുണ്ടല്ലോ. അവളുടെ നെഞ്ചിൽ താടി കുത്തി ദഹിപ്പിച്ചുകൊണ്ടിരുന്ന നോട്ടമായിരുന്നു മറുപടി പോലെ കിട്ടിയത്. അയ്യോ, ഞാനങ്ങ് പേടിച്ചുപോയി. ചിരിയോട് പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളെ അങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ചു കിടന്നു. ഡൽഹിയിൽ വന്ന സമയത്ത് കൂട്ടുകാരനൊപ്പം പി ജിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് വേറൊരു ഫ്ലാറ്റിലാണ്. അങ്ങനെ ഇരിക്കെയാണ് ആമ്പലിന് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഒരു വൈറൽ ഫീവർ വന്നത്. ഏതാണ്ട് 1 മാസത്തോളം അത് നീണ്ടുനിന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കൂടെ പോയി നിൽക്കാൻ പറ്റി എന്നല്ലാതെ അവളുടെ കൂടെയൊന്ന് നിൽക്കാനോ അവളെ വേണ്ട പോലെ നോക്കാനോ ഒന്നും ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൾക്ക് ഒരാൾ എപ്പോഴും കൂടെ വേണം എന്നൊരവസ്ഥ വന്നപ്പോൾ നാട്ടിൽ കയറി പൊക്കോളാം എന്ന് പെണ്ണ് പറഞ്ഞു. നാട്ടിൽ പോകുന്നത് പോയിട്ട് 2 ചുവട് ശരിക്കും നടക്കാൻ പോലും വയ്യാത്തവളെ എല്ലാവരുടെയും ഒപ്പം പറഞ്ഞു വിടാൻ അവന് കഴിയില്ലായിരുന്നു. ആ ഒരു പാനിക് സിറ്റുവേഷനിൽ അച്ഛനാണ് ദൈവമായി വന്നത്. അച്ഛന്റെ ശിഷ്യഗണത്തിൽ ആരൊക്കെയോ ഒരുപാട് പേര് ഇവിടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അച്ഛന്റെ ഒരൊറ്റ ഫോൺ കോൾ. അന്ന് വൈകിട്ട് തന്നെ ഈ ഫ്ലാറ്റ് റെന്റിന് കിട്ടി. അതും ഡൽഹിയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ റെന്റിൽ. അന്ന് മുതൽ ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെയുള്ള 2 ആഴ്ച പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റി. അതിനുശേഷം വല്ലപ്പോഴുമൊക്കെ ഇങ്ങോട്ടുള്ള വരവുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ രുചിയോട് വെച്ച് കഴിക്കണം എന്ന് തോന്നുമ്പോൾ. അപ്പോഴൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഒന്ന് ചുംബിക്കും. അതിനുമപ്പുറം താൻ കിടക്കുന്നിടത്ത് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചുള്ള കിടത്തമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ അങ്ങനെ ഒന്ന് കിടക്കാൻ പോയതിന് പെണ്ണുണ്ടാക്കിയ ബഹളം ചെറുതൊന്നുമല്ല. ഒക്കെ കല്യാണം കഴിഞ്ഞു അതുപോലും. ചേടാ, ഞാൻ ചുമ്മാ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടാതെ എന്ന് ചോദിച്ചതിന് പോലും പെണ്ണ് പണങ്ങി. ആ അവളാണ് ഇന്ന് വൈകുന്നേരം വാശി പിടിച്ച് ഇവിടേക്ക് വന്നത്. അതും പോരായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. അത് പിന്നെയും ഓർമ്മ. പക്ഷേ കിടക്കാൻ വേണ്ടി അവൾക്ക് മുറിയൊതുക്കി പുറത്തേക്ക് പോകാൻ തുടങ്ങി തന്നെ വാശി പിടിച്ച് അവിടെ കിടത്തി. ഇപ്പൊ ദേ നെഞ്ചിൽ കയറി കിടക്കുന്നു. ബോണ്ട് പ്രകാരമുള്ള ഹോസ്പിറ്റൽ ഡ്യൂട്ടി തുടങ്ങിയിട്ട് 6-7 മാസം കഴിഞ്ഞു. ഒന്ന് നിലം തൊടാൻ പോലും പെണ്ണിന് സമയം കിട്ടാറില്ല. ഇതിപ്പോ അത്രയ്ക്കും വയ്യ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഒരു ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാണ് ഈ കിടപ്പത്രയും. പക്ഷെ എന്തോ ഇതൊന്നുമല്ല ശരിക്കുള്ള കാരണമെന്ന് മനസ്സ് പറയുന്നു. അമലു, എന്താടാ കുഞ്ഞെ? നമുക്ക് കല്യാണം കഴിക്കാം ഹരേ? പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൻ ഞെട്ടി. പക്ഷെ അത് പുറത്തേക്ക് വരാൻ ആ നിമിഷം അവൻ അനുവദിച്ചില്ല. ഇന്ന് രാത്രിയിലേക്ക് കഴിക്കാൻ നല്ല കുത്തിരി ചോറിന്റെ കഞ്ഞിയും പയറുതോരനും പപ്പടവും ഉണ്ട്. അതുകൊണ്ട് ഇത് നാളെ രാവിലെ കഴിച്ചാൽ പോരെ? കളിയോടെ അവൻ ചോദിച്ചതും കീരിപ്പല്ലുകൾ അവന്റെ നെഞ്ചിലായിരുന്നു. നോവിക്കാതെ, നെഞ്ചു തടവി പറയുന്നതിന്റെ ഒപ്പം തന്നെ പിന്നെയും പെണ്ണവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അമലു, വേണ്ട, തീ വെച്ചുള്ള കളിയാണ്, വേണ്ടായേ പെണ്ണെ. തന്റെ ശരീരത്തിലേക്ക് പിന്നെയും പിന്നെയും ഓടിക്കൊണ്ടു വരുന്നവളുടെ കളികൾ കൂടിയതും അവളുടെ 2 കൈയും മുകളിലേക്കാക്കി തന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവനും അവളിലേക്ക് അമർത്തി പിടിച്ചു അവൻ. പിടയ്ക്കുന്ന മിഴികളോടെ പെണ്ണവനെ തള്ളിമാറ്റി എഴുന്നേൽക്കാൻ നോക്കിയതും അവന്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ അവൾ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. വേണ്ട ഹരേ. പൂർത്തിയാക്കാൻ സമ്മതിക്കും മുന്നേ തന്നെ അവന്റെ ചുണ്ടുകൾ അവളെ ആർത്തിയോടെ ചുംബിച്ചു തുടങ്ങി. മനസ്സ് പറയുന്നത് ശരീരം കേൾക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നതും അവൻ അവളിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു. ഹരേ. തോളിൽ നിന്ന് ഡ്രസ്സ് അടർത്തി മാറ്റി ചുംബിച്ചു തുടങ്ങിയവന്റെ മുഖം പരിധികൾ താണ്ടി താഴേക്ക് വന്നതും അവൾ ആ മുഖം കൈക്കുള്ളിൽ പിടിച്ചു. ആകെ ചുവന്നു നിൽക്കുന്ന അവളുടെ മുഖവും ശരീരമാകെ പടർന്ന ചൂടിൽ അലിയാൻ വെമ്പി താനും വല്ലാത്തൊരവസ്ഥയിൽ ഏതൻ അവളുടെ മുകളിൽ നിന്നും മാറിക്കിടന്നു. ഉയർന്നു പൊങ്ങിയ നെഞ്ചിടിപ്പ് താഴും വരെ അവളും മുകളിലേക്ക് നോക്കി മലർന്നു കിടന്നു. അരികിൽ കിടക്കുന്നവന്റെ നോട്ടം തനിക്ക് നേരെ വരുന്നില്ല എന്ന് കണ്ട് അമലു അവന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. വേണ്ട കുഞ്ഞ, ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുകയാണ്. പഴയ പോലെ മനസ്സിനിപ്പോൾ നിയന്ത്രണമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉറപ്പായും സംഭവിച്ചു പോകും, സത്യം. അവൻ കണ്ണുകൾക്ക് മുകളിലേക്ക് കൈവച്ച് കിടന്നു. അത് അത്രയ്ക്കാഗ്രഹമാണെങ്കിൽ. ബാക്കി കേൾക്കാൻ നിൽക്കാതെ അവൻ ചരിഞ്ഞവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. വലിയ ഡോക്ടറൊക്കെയായി, എന്നിട്ടും ഈ ഒരു കാര്യം വരുമ്പോൾ പെണ്ണിന്റെ വിറയൽ മാറിയിട്ടില്ല. എന്നിട്ടാ ആഗ്രഹമാണെങ്കിൽ. കുറുമ്പിൽ ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ കടിച്ചൊന്നു വലിച്ചു. ഹരേ. ഒന്ന് പുളഞ്ഞു പൊങ്ങിയ ആ മാറുകൾ അവന്റെ നെഞ്ചിൽ വന്നു തട്ടി നിന്നുപോയി. ഇങ്ങനൊന്നും ചെയ്യല്ലേ പൊന്നേ. ആഗ്രഹങ്ങളെ അടക്കി നിർത്താൻ പറ്റാത്തവന്റെ വേദന നിറഞ്ഞ ശബ്ദം കേട്ടതും പെണ്ണറിയാതെ ചിരിച്ചുപോയി. നീ ചിരിക്കടി, ചിരിക്ക്. പക്ഷെ പൊന്നു മോളെ, എനിക്കൊന്നൊരു ദിവസമുണ്ട്. അന്ന് ഞാനുണ്ടല്ലോ, നിന്നെ ഒന്നിന്റെയും മറയില്ലാതെ കാണും. അന്ന് നിന്റെ ഈ ചിരിക്ക്
വേറെ ചില ശബ്ദങ്ങളാവും ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കുക. എന്നിട്ടുണ്ടല്ലോ പിന്നെ അവളുടെ കാതിൽ പറഞ്ഞ പലതും ഈ പോയ വർഷങ്ങളൊന്നും അവൻ പറയാത്തത്രയും അവളെ നാണിപ്പിക്കുന്നതും ലജ്ജയാൽ മുഖമൊന്നുയർത്തി അവനെ നോക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായിരുന്നു. ഒരു തരത്തിലും കുസൃതികൾ താങ്ങാൻ വയ്യെന്നായപ്പോൾ ഓടി പുറത്തേക്ക് വന്നതാണ്. പിന്നാലെ അവളെ തേടിയ പോലെ അവനും. ബാൽക്കണിയിൽ വന്ന് മുഖം താഴ്ത്തി നിൽക്കുന്നവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചവൻ അരികിലേക്ക് നിർത്തി. ഇപ്പോ എന്റെ കൊച്ചിന്റെ മനസ്സിലുള്ള ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനി പറ, എന്തായിരുന്നു കാര്യം? അവൾ വന്ന നിമിഷം മുതൽ ആ മുഖം കാണുന്നതിന് ആ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചിന്തകൾ പിന്നെ അറിയാതിരിക്കുമോ? അത് കേട്ടതും അവളുടെ ശരീരം ഒന്ന് വിറച്ചത് അവൻ ആ കയ്യിൽ അറിഞ്ഞു. ഇന്ന് സിദ്ധുവേട്ടൻ എന്നെ കോളേജിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ടുള്ള ആ പറച്ചിലിൽ അവൻ വലുതായി ഞെട്ടിയില്ല. കാരണം ഇത്രയും കാലം പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറണം, അച്ഛനെ ഒരുപാട് നാടുകൾ കാണാൻ വിടണം, പിന്നെ എന്തൊക്കെയോ വലിയ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നടത്തിയെടുക്കണം, അത് കഴിഞ്ഞു മതി കല്യാണം എന്ന് പറഞ്ഞിരുന്നവൾ ഒരൊറ്റ നിമിഷം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കാരണം ചെറുതല്ല എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ സിദ്ധു വന്നു എന്ന് കേട്ടതും ഏകദേശം എല്ലാം പൂർത്തിയായി. പക്ഷെ നിന്റെ കോളേജും കാര്യവുമൊക്കെ ഇത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു? സംശയം അവിടെയായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയും ചേച്ചിയും കൂടി വീഡിയോ കോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് ഇതൊക്കെ അവരെന്നോട് തിരക്കിയിരുന്നു. കൊള്ളാം. സിറ്റുവേട്ടൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നില്ലേ? എനിക്കറിയാത്ത കാര്യമാണ് നീ പറയാൻ വരുന്നതെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. പറയുമ്പോൾ പോലും അവൻ ആ പല്ല് കടിച്ചു പിടിച്ചു. കാരണമൊക്കെ പഴയത് തന്നെ, പക്ഷെ ഇത്തവണ അതിലൊരു പുതിയ ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ മാത്രം അവൻ അവളെ നോക്കി. ആ നേരം ഉച്ചയ്ക്ക് തന്നെ കാണാനെത്തിയവന്റെ കാര്യം ഓർക്കുകയായിരുന്നു അവളും. തനിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഹരയാകുമെന്ന് കരുതി ഓടിച്ചെന്നപ്പോൾ കാണുന്നത് മുന്നിൽ സിദ്ധുവേട്ടനെയാണ്. ഞെട്ടിപ്പോയി. വർഷങ്ങൾക്കിപ്പുറം ഇതാദ്യമായാണ്. അതിന്റെ മാറ്റങ്ങളൊക്കെയും ഏട്ടനും വന്നിരിക്കുന്നു. ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്ന പഴയ സഹോദര സ്നേഹത്തിന്റെ ആവാം ചിരിച്ചുകൊണ്ടാണ് അടുത്തേക്ക് ചെന്നത്. പക്ഷെ അത് മാറാൻ ഒരൊറ്റ നിമിഷമേ വേണ്ടി വന്നുള്ളൂ. കൂടുതൽ വളച്ചുകെട്ടില്ലാതെ പറയാം, ഇനി എനിക്ക് കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ മാമനോട് പറഞ്ഞ് ഈ കല്യാണം നടത്തണം. അല്ലെങ്കിൽ സഹോദരനെ പോലെ കാണുന്ന ഏട്ടനെ കല്യാണം കഴിക്കാൻ തനിക്ക് പറ്റില്ല എന്ന് പറയാൻ ഒരവസരം കിട്ടുന്നതിന് മുന്നേ തന്നെ അവൻ ബാക്കി പറയാൻ തുടങ്ങി. നോക്കാമ്പൽ, ഞാൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് നീയാണ്. ആ ഒരിഷ്ടം ഭ്രാന്തമായതുകൊണ്ട് തന്നെയാണ് ഈ കണ്ട കാലം മൊത്തം ഞാൻ കാത്തിരുന്നത്. പക്ഷെ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നിനക്ക് അറിയുമോന്നറിയില്ല, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സിന്റെ കമ്പനി ഞങ്ങളുടെയാണ്. മീൻസ് എന്റെയും എന്റെ പാർട്ട്ണറിന്റെയും. ബാക്കി കേൾക്കാൻ എന്ന പോലെ അവൾ വെറുതെ നിന്നു. എന്റെ പാർട്ട്ണർ മെഹതയ്ക്ക് ഒരു മകളാണ്. അയാൾക്ക് ഞാൻ അയാളുടെ മരുമകനായി കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആ പെണ്ണിനും എന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നത് നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ്. അതല്ലായിരുന്നെങ്കിൽ എന്റെ ഒരു എസ്സിന് ആ കമ്പനി മുഴുവനായും എന്റെ കയ്യിലിരിക്കും. അതുപോലും ഞാൻ വേണ്ടത് വെക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. തീരുമാനം പോലെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കയ്യും കെട്ടി നിൽക്കുന്നവളെയാണ്. ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? ഒരു ഭാവവ്യത്യാസമില്ലാതെ തന്നെ നോക്കി നിൽക്കുന്നതോട് അവൻ ചോദിച്ചു. കേട്ടു. പക്ഷെ എനിക്ക് പണ്ട് പറഞ്ഞ ഉത്തരം തന്നെ ഇപ്പോഴും ഏട്ടനോട് പറയാനുള്ളൂ. ആമ്പൽ, സത്യമാണ് ഏട്ടാ. എനിക്ക് പണ്ടും ഏട്ടൻ വിഷ്ണുവേട്ടന്റെയും വിനോദേട്ടന്റെയും സ്ഥാനത്താണ്, ഇന്നും അങ്ങനെ തന്നെ. അത് കേട്ടതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നിനക്കെന്താടി ബോധമില്ലേ? ഞാൻ നിന്റെ ആങ്ങളയല്ല, മുറിച്ചെറുക്കനാണ്. അതായത് നിന്നെ കെട്ടാൻ സ്ഥാനമുള്ളവൻ. അവക്കടെ ഒരു ആങ്ങള. പല്ല് കടിച്ചുകൊണ്ടവൻ അവൾക്ക് നേരെ ചെന്നതും പെണ്ണ് പിന്നിലേക്ക് മാറി. ആമ്പലെ, ഞാൻ അവസാനമായി ചോദിക്കുകയാണ്, നിനക്കെന്നെ കെട്ടാൻ പറ്റുമോ? ഇല്ല. സമാധാനത്തിൽ തന്നെയാണ് അവൾ അപ്പോഴും മറുപടി പറഞ്ഞത്. പക്ഷെ അത് കേട്ട ദേഷ്യത്തിൽ അവൻ അവളെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. സൈഡിലെ ചുവരിൽ പിടിച്ചത് കൊണ്ട് മാത്രം അവൾ വീണില്ല. നിനക്ക് അഹങ്കാരമാണടി, അഹങ്കാരം. പേരിനറ്റത്തൊരു ഡോക്ടർ വന്നു ചേർന്നപ്പോൾ നീ എന്തൊക്കെയോ ആയി എന്നൊരു വിചാരമാകും. പക്ഷെ നീ ഒന്നും അല്ലടി, ഒന്നും. നിനക്കറിയാമോ എന്നെ കെട്ടാൻ വേണ്ടി എത്ര പേരാ പുറകെ നടക്കുന്നതെന്ന്? ഇപ്പൊ എന്നെ കെട്ടാൻ വേണ്ടി നടക്കുന്ന ആ പെണ്ണിനെ വെച്ച് നോക്കുമ്പോഴേ നീ വെറും ഒരു വട്ടപൂജ്യമാണ്. കാൽ കാശിന് പോലും വിലയില്ലാത്തവൾ. എന്നിട്ട് നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുന്നത് എന്റെ നല്ല മനസ്സ്. എന്നിട്ടിപ്പോ അവൾക്ക് അഹങ്കാരം. അവൻ ചിറഞ്ഞു. എടി, നിനക്കറിയുമോ ഇന്നത്തെ എന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന്? ഇനി ഞാൻ ആ പെണ്ണിനെ കെട്ടുകയും കൂടി ചെയ്താൽ നിനക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തത്ര ഉയരെയായിരിക്കും ഞാൻ. അല്ലെങ്കിലും പണ്ടേ നിനക്ക് നിന്റെ തന്തയ്ക്കും ഒരു വിവരവും ഇല്ല. അങ്ങേരുടെ മോളല്ലേ നീ. സിദ്ധുവേട്ടാ, വേണ്ട, നിർത്തിക്കോ. ഇനി ഒരു അക്ഷരം എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ.
അതുവരെ അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതിയിരുന്നവൾക്ക് തന്റെ അച്ഛന്റെ പേര് കേട്ടതും ദേഷ്യം വരാൻ തുടങ്ങി. സംസാരിക്കുമടി, ഞാൻ സംസാരിക്കും. നീയും കഴുതിയാണ്, നിന്റെ അച്ഛനൊരു കോവർ കഴുതിയും. അല്ലെങ്കിൽ പിന്നെ ആ നഗരമധ്യത്തിൽ കിടക്കുന്ന 50 സെന്റ് വസ്തു പെങ്ങളോടുള്ള പ്രേമം മൂത്ത് എഴുതി തരുമോ? അങ്ങേരെ വേണം ആദ്യം പറയാൻ. അങ്ങേരുണ്ടല്ലോ. പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അതിനു മുന്നേ അവളുടെ കൈ അവന്റെ കവിളിൽ വീണു കഴിഞ്ഞിരുന്നു. നീ അവനെ തല്ലിയോ അമലു? അതുവരെ അവളെ കേട്ടുകൊണ്ടിരുന്നവൻ ഞെട്ടിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പെണ്ണൊരിത്തിരി വല്ലായ്മയോടെ മുഖം ചൊളിച്ചു. പോളി, അവൻ ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതും എന്റെ പെണ്ണിന്റെ കൈകൊണ്ട് തന്നെ. ഉറക്കെ ചിരിച്ചുകൊണ്ട് ഏതനവളെ കെട്ടിപ്പിടിച്ചുയർത്തി വട്ടം കറക്കി. അപ്പോ കഥ ഏകദേശം തീരാറായി. മാക്സിമം 1-2 പാർട്ട് കൂടിയേ കാണത്തുള്ളേ. പിന്നെ ഇന്നത്തെ വീഡിയോയില് ചെറിയ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ നോക്കണേ. മഴയായിരുന്നു കേട്ടോ. എന്നിട്ടും നിങ്ങളെ മുഷിപ്പിക്കണ്ടാലോ എന്ന് കരുതി മാത്രമാണ് ഇട്ടേക്കുന്നേ. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.